ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. നമുക്കൊരു കഥ പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. സങ്കീർത്തനങ്ങൾ 58-11 വാക്യം. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. ഈസി ആയിട്ടുള്ള വാക്യമാണ്. ഇസഹാക്ക് വൃദ്ധനായിട്ട് അവൻ്റെ കണ്ണ് കാണാൻ വയ്യാത്ത രീതിയിൽ അത്രയും പ്രായമുള്ളവനായിട്ട് തീർന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നാം കണ്ടു, ഇസഹാക്കിൻ്റെ പ്രിയ മകനായിട്ട് ഏശാവ് തീർന്നു, റിബേക്കയുടെ പ്രിയ മകനായിട്ട് യാക്കോബും തീർന്നു. അപ്പോൾ അവിടെ പക്ഷപാതം തുടങ്ങി. ഒരു കുഞ്ഞുങ്ങൾക്കറിയാമോ, മക്കളെ എത്ര പേരുണ്ടെങ്കിലും എല്ലാവരും ഈക്വലായിട്ടാണ് കരുതേണ്ടത്. അപ്പോൾ അപ്പനും അമ്മയും അങ്ങനെ കരുതിയില്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇസഹാക്കിന് പറ്റിയതായിട്ടൊരു ദൈവമുണ്ടെന്ന് നമ്മൾ മറക്കരുത്. കാരണം നമ്മൾ പഠിച്ച വാക്യം പോലെ അത് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്ത് സംഭവിച്ചു എന്ന് നമുക്കിന്ന് കാണാം. ഇസഹാക്ക് ഏശാവിനെ സ്നേഹിച്ചു, റിബേക്ക യാക്കോബിനെ സ്നേഹിച്ചു. അങ്ങനെയല്ലായിരുന്നു വേണ്ടത്. രണ്ടുപേരും രണ്ട് മക്കളെ ഒരുപോലെ സ്നേഹിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇസഹാക്ക് പ്രായമായി. അപ്പോൾ ഇസഹാക്ക് ഏശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രായമായി, എൻ്റെ മരണദിവസം എപ്പോഴാണെന്ന് അറിയുന്നില്ല. നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് നീ പോയി നല്ല വേട്ടയാടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കിയിട്ട് ഞാൻ മരിക്കും മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അത് ഏശാവിനോടാണ് പറഞ്ഞത്. ഒരു വീട്ടിലല്ലേ ഏശാവിനോട് ഇത് പറഞ്ഞത്. നമ്മുടെ റിബേക്ക കേട്ടു. ഏശാവിന് കണ്ണറിയത്തില്ല, എപ്പോഴാണ് പറയുന്നതെന്നും ഒന്നും അറിയത്തില്ല. കണ്ടു. അപ്പോൾ റിബേക്കയ്ക്ക് ഇഷ്ടം ആരെയാണ്? നമുക്കറിയാം, യാക്കോബിനെയാണ്. അതുകൊണ്ട് ഏശാവ് വേട്ടയാടാനായിട്ട് പോയി. അപ്പോൾ ഏശാവ് വേട്ടയാടാനായിട്ട് അമ്പും വില്ലും ഒക്കെ എടുത്ത്, കാട്ടിലാണല്ലോ വേട്ടയാടി മൃഗങ്ങളെ കിട്ടുന്നത്, അതിനു വേണ്ടി പോയി. അപ്പോൾ റിബേക്ക യാക്കോബിനോട് പറഞ്ഞു, തൻ്റെ പ്രിയ മകനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് നല്ല ഒരു കോലാട്ടിൻകുട്ടിയെ കൊണ്ടുവരിക. അത് ഞാൻ അവയെ കൊണ്ട് നിൻ്റെ അപ്പന് ഇഷ്ടവും രുചികരമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. കാരണം നീ ആ ഭക്ഷണം, നിൻ്റെ അപ്പൻ ആ ഭക്ഷണം കഴിച്ചിട്ട് കാട്ടിലെ ഏശാവിനോട് പറയുന്നത് ഞാൻ കേട്ടു, അതുകൊണ്ട് നീ വേഗം ചെന്ന് ഇത്. അപ്പോൾ യാക്കോബ് പറഞ്ഞു, എനിക്ക് രോമമില്ലാത്തതും ഏശാവിന് രോമമുണ്ട്. അപ്പോൾ അപ്പൻ എന്നെ തപ്പി നോക്കും. ഞാൻ ഉപായി എന്ന് കണ്ടിട്ട്, അവൻ തന്നെ അറിയാം അവനൊരു ഉപായിയാന്ന്. ഉപായി എന്ന് കണ്ടിട്ട് എൻ്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട അമ്മ അവിടെ ഒരു കാര്യം പറഞ്ഞു, നിൻ്റെ ശാപം എൻ്റെ മേൽ വരട്ടെ, നീ ഞാൻ പറയുന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് പോയി നല്ലൊരു കോലാട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു. അമ്മ അത് അപ്പന് ഭർത്താവിന് വേണ്ടി രുചികരമായിട്ടുണ്ടാക്കാൻ ഭാര്യയ്ക്കറിയാലോ. കൊണ്ടുവന്നിട്ട് വേഗം അമ്മ അത് കഴിഞ്ഞിട്ട് ആ വേഗം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മൂത്ത മകൻ്റെ വസ്ത്രം എടുത്ത്, അവൻ്റെ വിശേഷ വസ്ത്രം എടുത്ത് ഇളയ മകനെ ആ യാക്കോബിനെ ധരിപ്പിച്ചു. അപ്പോൾ നല്ല രുചികരമായ ഭക്ഷണവും അതുപോലെ ഏശാവിൻ്റെ ഡ്രസ്സ് വിട്ടുകൊണ്ട് ഈ യാക്കോബ് ഇസഹാക്കിൻ്റെ അടുത്ത് ചെന്നു. ഇസഹാക്കിനപ്പോൾ കണ്ണ് അറിയാൻ പാടില്ല, കണ്ണറിയാത്ത അവസ്ഥയിലായി കഴിഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, അപ്പാ ദേ ഭക്ഷണം കൊണ്ടുവന്നേക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ ചോദിച്ചു, നീ ആർ മകനെ എന്ന് അവൻ ചോദിച്ചു. അപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ നിൻ്റെ ആദിജാതൻ ഏശാവ്. നുണയാ പറഞ്ഞത്, എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റിരുന്ന് എൻ്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസഹാക്ക് പറഞ്ഞു, നിനക്ക് എങ്ങനെ ഇത്ര വേഗത്തിൽ വേട്ടയാടി മൃഗത്തെ കിട്ടിയത്? അപ്പോൾ ഒരു ദൈവത്തെക്കുറിച്ച് പോലും ഭയമില്ലാതെ അപ്പോൾ ഒരു നുണ പറഞ്ഞു. നിൻ്റെ ദൈവമായ യഹോവ എൻ്റെ നേർക്ക് വരുത്തി തന്നു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഇസഹാക്ക് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് വരിക, നീ എൻ്റെ മകനാവ് ഏശാവ് തന്നെയെന്ന് ഞാനൊന്ന് നിന്നെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് അപ്പൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് യാക്കോബ് പറഞ്ഞു, ശബ്ദം
യാക്കോബിൻ്റെ ശബ്ദം, കൈകൾ ഏശാവിൻ്റെ കൈകൾ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ കാരണം ചേട്ടൻ്റെ വസ്ത്രമാണ് ധരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൈകൾ കണ്ടപ്പോൾ അപ്പൻ അത്രയേ ഉള്ളൂ, കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയാണല്ലോ. അങ്ങനെ അപ്പൻ ആ വേട്ടയിറച്ചി അങ്ങനെ എൻ്റെ മകൻ്റെ വേട്ടയിറച്ചി തിന്നാമെന്ന് പറഞ്ഞിട്ട് ഇസഹാക്ക് വേട്ടയിറച്ചി തിന്നു, വീഞ്ഞും കൊടുത്തു, വീഞ്ഞും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് യാക്കോബിനെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. യാക്കോബിനെ അനുഗ്രഹിച്ച് കഴിഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏശാവ് കഷ്ടപ്പെട്ട് വേട്ടയിറച്ചിയൊക്കെ തേടി കൊണ്ടുവന്ന് ഭോജനമുണ്ടാക്കി അപ്പൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പൻ എഴുന്നേറ്റ് മകൻ്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അവൻ്റെ അപ്പൻ ചോദിച്ചു, നീ ആരാണ് മകനെ എന്ന് ചോദിച്ചു. ഞാൻ നിൻ്റെ മകൻ, നിൻ്റെ ആദ്യജാതൻ ഏശാവ് എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഇസഹാക്ക് ഭയന്നു പോയി. കാരണം ഇസഹാക്ക് പറഞ്ഞു, ഞാൻ നിൻ്റെ അനിയൻ ഭക്ഷണം കൊണ്ടുവന്നു, ഞാൻ അവനെ അനുഗ്രഹിച്ചു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അനുഗ്രഹം പിന്നെ തിരിച്ചെടുക്കാനൊക്കത്തില്ല. ഞാൻ അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഏശാവ് ദുഃഖമുള്ളവനായി തീർന്നു. എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. പക്ഷേ അവനെ അനുഗ്രഹിച്ചില്ല. അവനെ അനുഗ്രഹിക്കാനൊക്കത്തില്ല. കാരണം യാക്കോബിനെ ഓൾറെഡി അപ്പോൾ ഏശാവ് പറഞ്ഞു, അവൻ 2 പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു, അവൻ എൻ്റെ ജ്യേഷ്ഠാവകാശം അപകരിച്ചു, ഇപ്പോൾ അതെൻ്റെ അനുഗ്രഹവും അപകരിച്ചു കളഞ്ഞു എന്ന് അവൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇസഹാക്ക് അവൻ്റെ സങ്കടം കണ്ടുകൊണ്ട് അവനെ അനുഗ്രഹിച്ചു. അങ്ങനെ നിൻ്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെ മീതെ ആകാശത്തിലെ മഞ്ഞു കൂടാതെ ഇരിക്കും. നിൻ്റെ വാൾ കൊണ്ട് നീ ഉപജീവിക്കും. നിൻ്റെ സഹോദരനെ നീ സേവിക്കും. നിൻ്റെ കെട്ടഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ ദുഃഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. എന്നാൽ യാക്കോബ് ചതിയിൽ കൂടെ ഈ അനുഗ്രഹം കർത്താവ് യാക്കോബിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹമായിരുന്നു. അത് അവന് കിട്ടിയേനെ. പക്ഷേ അവൻ ചതിയോൾ കൂടെ അനുഗ്രഹം വാങ്ങി. അങ്ങനെ ഏശാവ് യാക്കോബിനെ ദൂഷിച്ചു. അപ്പനെ അങ്ങനെ ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള റിലേഷൻ അവിടെ നഷ്ടമായെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് അനേക പാഠങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒരു ഭവനത്തിൽ അപ്പനും അമ്മയും അവരൊന്നിച്ച് നിന്നുകൊണ്ട് അവരുടെ സ്നേഹത്തിൻ്റെ ഇടയ്ക്ക് ഒന്നും വരുവാനായിട്ട് പാടില്ല. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ പാഠം, മക്കളെ രണ്ടായിട്ട് കാണാനായിട്ട് ഒരാളെ കൂടുതൽ ഇഷ്ടവും മക്കൾ എത്രയുണ്ടെങ്കിലും അവരെ ഒന്നുപോലെ സ്നേഹിക്കാനായിട്ടും കരുതുവാനായിട്ടും പഠിക്കണം. പക്ഷപാതം ദൈവം വെറുക്കുന്ന ഒരു പാപമാണ്. മൂന്നാമതായിട്ട് യാക്കോബ് നുണ പറയുന്നതായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കും. യാക്കോബും മാത്രമല്ല റിബേക്കയും 2 പേരും നുണ പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ അതിൻ്റെ ഫലം റിബേക്ക അനുഭവിച്ചു, യാക്കോബ് അനുഭവിച്ചു. പാപത്തിൻ്റെ ഫലം അത് വേദനയാണ്. പാപത്തിൻ്റെ ഫലം അത് അനുഭവിക്കുമെന്നുള്ളത് നമുക്ക് റിബേക്കയുടെയും യാക്കോബിൻ്റെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ദൈവത്തെ പോലും സാക്ഷി പറഞ്ഞ് നുണ പറയുന്ന യാക്കോബിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ്റെ പേര് പോലെ അവൻ ഉപായിയായിരുന്നു എന്ന് മാത്രമല്ല, അവന് നുണ പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആറാമതായിട്ട് അമ്മയുടെ ദൗത്യം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്നുള്ളതാണ്. അത് റിബേക്ക ചെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാലും അത് തെറ്റായ മാർഗത്തിൽ കൂടെ യാക്കോബ് നേടിയെടുത്തു. ഇവിടെ ഏഴാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, 2 ജ്യേഷ്ഠന്മാർ തമ്മിലുള്ള ബന്ധം അത് നഷ്ടമാകുവാനും കുടുംബം ശിഥിലമായി തീരുവാനായിട്ടും ഇടയായിട്ട് തീർന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾക്ക് തന്ന
പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിക്കുമ്പോൾ നുണ പറയാത്തവരായിട്ട് ജീവിപ്പാൻ, കള്ളത്തരം ചെയ്യാത്തവരായിട്ട് ജീവിപ്പാൻ, ഉപായികളല്ലാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ദോഷിക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ, നിൻ്റെ മക്കളാക്കി തീർത്തിരിക്കാൻ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ പാപം ചെയ്യാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കളെയും സൂക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ.